എടവണ്ണപ്പാറയിൽ ഇരുട്ടിന്റെ മറവിൽ റോഡ് സൈഡിൽ നിർമ്മിച്ച കടകൾ പൊളിച്ചു മാറ്റാൻ ശ്രമം. 5 പതിറ്റാണ്ട് കച്ചവടം ചെയ്ത നിർധന കുടുംബത്തിന്റെ കടയടക്കം പൊളിച്ചു മാറ്റാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പിറകിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ മറവുണ്ടെന്ന ആക്ഷേപം പറഞ്ഞാണ് കട പൊളിച്ചു മാറ്റുന്നതെന്നാണ് ചിലർ പറയുന്നത്. 50 വർഷത്തിലേറെയായി ഇവിടെ ചായ കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന ഹാർട്ട് പേഷ്യൻ്റായ 72 വയസ്സുകാരൻ പൂഞ്ചിരിക്കാവ് മുഹമ്മദും ഭാര്യയും കച്ചവടം ചെയ്യുന്ന ചായക്കടയാണ് ഇത്. ദുരിത ജീവിതത്തിലായ ഈ കുടുംബത്തെ സഹായിക്കാൻ ആരുണ്ട്? എന്താ പ്രശ്നമുള്ളത്? എന്ത് പ്രശ്നം? ഇത് ഞാൻ നിൽക്കുന്ന സ്ഥലം എൻ്റെതല്ല, പഞ്ചായത്തിൻ്റെ സ്ഥലം. പഞ്ചായത്ത് പറഞ്ഞ എന്നോട് ഓല് ഇപ്പം വേണമെങ്കിൽ ഞാൻ ഒഴിഞ്ഞെടുക്കും. ഓല് പറയുകയാണെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു ഞാൻ എന്നോട് ഓല് പറഞ്ഞ് ഒഴിഞ്ഞെടുക്കരുത്. ഇവിടെ ഗവൺമെൻറ് സ്ഥലം നിറയെ ഉണ്ട്. ഓരോരുത്തർ പിടിച്ച് കൈക്കലാക്കി വെച്ച് ഇത് മാന്തിട്ടുണ്ടെങ്കിൽ തോട് വരെ ഉണ്ട്. തോടൊക്കെ അടച്ചിട്ട് കോണി വെച്ചിരിക്കുക. തോടെല്ലാം അടച്ചിട്ട് കോണി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പം പറഞ്ഞാലും പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞെടുക്കാൻ റെഡിയാണ്. അഥവാ പിറകിലുള്ള ബിൽഡിങ്ങുകാർക്ക് വേണ്ടി നിങ്ങൾ ഒഴിഞ്ഞെടുക്കേണ്ടതില്ല? അതില്ല, അത് എന്നോട് പറഞ്ഞിട്ടില്ല. ഓർക്ക് ഒഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ് സ്ഥലത്തല്ല നമ്മളുണ്ട്. ഞാൻ ഇന്നല്ല, ഞാനിവിടെ വണ്ടി കാറും വരാത്ത ടൈമിൽ ഞാനിവിടെ കച്ചവടം ചെയ്യുന്ന. എത്ര വർഷമായിട്ട് നിങ്ങളിവിടെ കച്ചവടം? ഞാനിവിടെ ഒരു 50 വർഷം വരെ ആയിട്ടുണ്ടായി. ഞാനിവിടെ ഒന്നും ഇവിടെ വണ്ടിയും കാറും ഒന്നുമില്ല. ഇവിടെ റോഡ് തന്നെ റോഡ് തന്നെ നന്നായിട്ടില്ല. കാലിന് വണ്ടി ആ ടൈമിൽ ഞാനിവിടെ രാത്രി കച്ചവടം ചെയ്തിട്ടുണ്ട്. രാത്രി ഇവിടെ എല്ലാ പോലീസ് സ്റ്റേഷനും ഒക്കെ ഇവർക്കൊക്കെ അറിയാൻ തന്നെ വെച്ചിട്ട് എല്ലാവർക്കും അറിയാം. ഞാൻ ഇതേമാതിരി ചെറുപ്പത്തിൽ ഞാനിവിടെ ഈ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് വേറെ അല്ല വരുമാന കാര്യം അതൊന്നുമില്ല. എനിക്ക് ഇത് തന്നെ. അതുകൊണ്ട് എൻ്റെ ജീവിതം ഇപ്പോൾ ഞാൻ സൂക്കടുകാരനാണ്. എനിക്ക് നടക്കാൻ ഇതിനൊന്നും വയ്യാത്ത ഒന്നായി കുഴഞ്ഞു പോയി. ബ്ലോക്ക് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ നടക്കാൻ വയ്യ, എടുത്തുണ്ടോല്ലേ. ഇപ്പം ഞാൻ കുറച്ച് നടക്കൽ ഒഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കച്ചവടം ചെയ്യുന്നത് ഈ സ്ത്രീ ഭാര്യയാണ്. നിങ്ങൾക്ക് മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല? ഇല്ല. എൻ്റെ ഭാര്യ ഓള് രാവിലെ വന്നിട്ട് കച്ചവടം ചെയ്യും. വൈകുന്നേരം രാത്രി ആട്ട് ചോറ്. ഇതാണ്. നിങ്ങളെ പേരെന്താണ്? എൻ്റെ പേര് മുഹമ്മദ്. സ്ഥലം എവിടെയാണ്? നമ്മുടെ പൂഞ്ചിരിക്കാവ്. ഇതെൻ്റെ പഞ്ചായത്തിൻ്റെ. പഞ്ചായത്ത് വരുന്ന എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ രേഖകൾ തന്നിട്ടുണ്ടോ? രേഖകൾ ഞാൻ ചോദിച്ചപ്പോൾ എന്താണ് ഒന്ന് കാണിച്ചു തരുമോ? ഇവിടെ നിങ്ങൾ തട്ടുകടക്ക് ലൈസൻസ് എടുത്തതാണോ? പഞ്ചായത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ പഞ്ചായത്തിൽ ഞങ്ങളിപ്പോ ഒന്നും തരില്ല, നിങ്ങൾക്കൊന്നും തരാൻ ഇവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്ത് കൊണ്ട് നിർത്തിക്കൊള്ളി എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ ഇവിടെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇപ്പോൾ ഇവിടെ പീടികകൾ നിറയായി. അതുകൊണ്ട് ഇവർക്കൊക്കെ ഇടങ്ങാറായി. ഓലൊക്കെ എന്നെ വഹിപ്പിച്ചാലും വേണ്ടിയിട്ട് നടക്കുകയാണ്. വളരെ വേദന നിറഞ്ഞ വാക്കുകളാണ്. 80 കഴിഞ്ഞിട്ടുള്ള, എത്ര വയസ്സായി നിങ്ങൾക്ക്? 72 വയസ്സ് പ്രായമുള്ള 50 വർഷത്തിലേറെയായി ഇവിടെ സ്ഥിരമായി കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥാപനത്തെയാണ് ഇരുട്ടിൻ്റെ മറവിൽ ഇവിടെ പൊളിച്ചു നീക്കുന്നത്. തൊട്ടുപിറകിലുള്ള സ്ഥാപനത്തിന് മറവുണ്ടാകുമെന്ന ആക്ഷേപത്തിൻ്റെ പേരിലാണ് ഈ ഒരു കൊടും ക്രൂരത ഇവരോട് ചെയ്യുന്നത്. ഇതിന് നടപടിയെടുക്കേണ്ടത് ആരാണ്? ഈ പാവപ്പെട്ട കുടുംബത്തിന് ആരാണ് തുണയാവുക? മറുപടി പറയേണ്ടത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തും ഇവിടുത്തെ ജനപ്രതിനിധികളും മറ്റുള്ളവരുമാണ്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.